നമസ്കാരം. സംസ്ഥാന സർക്കാർ 4ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഭൂരിഭാഗം റേഷൻ കടകളിലും ഈ മാസം വിതരണത്തിന് സാധനങ്ങളില്ല. എന്തിനും ഏതിനും കേന്ദ്ര സർക്കാരിന് പഴി പറയുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ അരി ഗോഡൌണുകൾ നിറഞ്ഞു കിടക്കുമ്പോഴും റേഷൻ കടകളിൽ അരിയില്ല എന്ന വിചിത്ര പ്രതിഭാസമാണ് നിലനിൽക്കുന്നത്. മിക്ക കടകളും കാലിയായി. ശേഷിച്ചവയിൽ അവശേഷിക്കുന്ന അരിയും 1-2 ദിവസം കൊണ്ട് തീരും. നാളെയെങ്കിലും അരി എത്തിയില്ലെങ്കിൽ കടകൾ അടച്ചിടേണ്ട സ്ഥിതിയാണെന്നാണ് റേഷൻ വ്യാപാരികളുടെ സംഘടന പറയുന്നത്. ട്രാൻസ്പോർട്ട് കരാറുകാർ ബിൽ കുടിശ്ശിക ലഭിക്കാത്തതിന്റെ പേരിൽ സമരത്തിലായതാണ് കാരണം. മന്ത്രിസഭയുടെ വാർഷികാഘോഷം പൊടിപൊടിക്കാനുള്ള തന്ത്രപ്പാടിനിടയിൽ സർക്കാരോ മന്ത്രിമാരോ ഇക്കാര്യത്തിൽ കാര്യമായ നടപടിയൊന്നും എടുക്കുന്നുമില്ല. കേന്ദ്രം അനുവദിച്ച അരി ചാക്കുകണക്കിന് ഗോഡൌണുകളിൽ കിടക്കുകയാണ്. അതായത് അരി ഇല്ലാത്തതല്ല, വിതരണ സംവിധാനത്തിലെ തകരാറാണ് പ്രശ്നമെന്ന് അർത്ഥം. അതിന്റെ ചുമതല സംസ്ഥാന സർക്കാരിനാണ്. സ്റ്റോക്കുള്ള അരി കടകളിൽ എത്തുന്നില്ല. കട ഉടമകൾ നേരിട്ട് ഗോഡൌണുകളിൽ നിന്ന് അരി എടുക്കുന്ന രീതി മാറ്റിയതാണ് കടകളിൽ അരി എത്തിക്കുന്ന വാതിൽപ്പടി സമ്പ്രദായം നടപ്പിലാക്കിയത്. ലോറികളിൽ അരി കടകളിൽ എത്തിക്കുന്നതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനാണ്. അങ്ങനെ എത്തിക്കുമ്പോൾ സ്വാഭാവികമായും ലോറി ഉടമകൾക്ക് പ്രതിഫലം നൽകണം. ഇത് 1 മാസത്തേക്ക് തന്നെ കോടികൾ വരും. നിലവിൽ 4 മാസത്തിലേറെയുള്ള ലോറിക്കൂലി കുടിശ്ശികയാണത്രേ. അത് കിട്ടാതെ ചരക്കെടുക്കില്ലെന്ന നിലപാടിലാണ് ലോറി ഉടമകൾ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രതിഫലം ചോദിക്കുന്നത് തെറ്റാണെന്ന് ആരും പറയുകയുമില്ല. പക്ഷേ സർക്കാർ അനങ്ങുന്നില്ല. ഇനിയിപ്പോൾ അനങ്ങി തുടങ്ങിയാൽ തന്നെ അടുത്ത ദിവസങ്ങളിലൊന്നും കടകളിൽ അരി എത്താനും പോകുന്നില്ല. കാരണം കുറഞ്ഞത് 8 ദിവസമെങ്കിലും എടുക്കുമത്രേ അരി കടകളിൽ എത്താൻ. പക്ഷേ അത്തരമൊരു നടപടിക്ക് പോലും സർക്കാർ ഉത്സാഹം കാണിക്കുന്നതായി കാണുന്നില്ല എന്നതാണ് ഏറെ പരിതാപകരം. അരി ലഭിക്കാത്തതിന്റെ പേരിൽ പലയിടത്തും കാർഡുടമകൾ തങ്ങളുടെ രോഷാകുലരാകുന്നതായി കട ഉടമകളുടെ സംഘടന പറയുന്നു. ചില കടകൾ കാലിയാണെങ്കിൽ മറ്റു ചിലതിൽ കാർഡുടമകൾക്ക് പൂർണ്ണ അളവിൽ നൽകാനുള്ള സാധനങ്ങളില്ല. കേന്ദ്ര സർക്കാർ സൗജന്യമായ റേഷൻ നൽകുന്ന മുൻഗണനാ കാർഡുടമകൾക്ക് മെയ്യിലെ വിഹിതം മുടങ്ങി. മെയ്യിലെ വിതരണം 30-നകം തീർക്കണം. ആകെയുള്ള 95.02 ലക്ഷം കാർഡ് ഉടമകളിൽ പകുതി പേർക്ക് പോലും വിതരണം നടന്നിട്ടില്ല. കരാറുകാർക്ക് ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള 3 മാസത്തെ ബിൽ കുടിശ്ശിക പൂർണ്ണമായും കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള ബില്ലിൽ ഓഡിറ്റ് നടത്തിയത് പ്രകാരം ശേഷിക്കുന്ന തുകയുമാണ് നൽകാനുള്ളത്. ഇത് 85 കോടി രൂപ വരും. കരാറുകാരെ ഏർപ്പെടുത്തിയ സപ്ലൈകോയ്ക്ക് 50 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ട് ഒരാഴ്ചയായെങ്കിലും ട്രഷറി നിയന്ത്രണത്തിൽ കുടുങ്ങിയെന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ വാദം. അതേസമയം കേന്ദ്ര സർക്കാർ അധിക വിഹിതമായി റേഷൻ മണ്ണെണ്ണ അനുവദിച്ച് 50 ദിവസമായിട്ടും കേരളം ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല. ഡീലർമാരുടെ ട്രാൻസ്പോർട്ട് ചാർജ്, വ്യാപാരികളുടെ കമ്മീഷൻ എന്നിവയിൽ സർക്കാർ തീരുമാനം നീളുന്നതാണ് കാരണം. കഴിഞ്ഞ വർഷത്തെ വിഹിതം മുഴുവൻ കേരളം പാഴാക്കിയിരുന്നു. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിലേക്ക് 56.76 ലക്ഷം ലിറ്ററാണ് കേന്ദ്രം ഏപ്രിൽ പകുതിയോടെ അനുവദിച്ചത്. ജൂൺ 30-ന് മുൻപ് ഡീലർമാർ വഴി എണ്ണ കമ്പനികളിൽ നിന്ന് ഏറ്റെടുത്തില്ലെങ്കിൽ ഇതും പാഴാകും. ഇതിനായി ട്രാൻസ്പോർട്ടേഷൻ നിരക്കിൽ 35% വർധനവും ലിറ്ററിന് 1 രൂപ പ്രത്യേക ചാർജും അനുവദിക്കാൻ സമ്മതിച്ച് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നൽകിയ ശുപാർശ ധനവകുപ്പിന്റെ പ്രതികൂല അഭിപ്രായത്തോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തിരിച്ചെത്തി. ഈ നിരക്ക് വർധന മണ്ണെണ്ണ വിലയിൽ ഉൾപ്പെടുമെന്നതിനാൽ സർക്കാരിന് ബാധ്യതയില്ലെങ്കിലും മുൻഗണനാ കാർഡ് ഉടമകൾക്ക് അധിക വില നൽകേണ്ടി വരില്ല എന്നാണ് ധനവകുപ്പിന്റെ സംശയം.